ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സ്പീഡിൽ ഇങ്ങോട്ട് പോണത് എവിടേക്കാണ് അറിയോ? ഞങ്ങളുടെ കോളേജിലേക്ക് കേട്ടോ, വേറെ എവിടേക്കുമല്ല. ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ബസ് തന്നെയാണ് നമ്മുടെ ഈ റൂട്ടിലെന്ന് പറഞ്ഞാൽ 9:30 കോളേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ കൃത്യം ഞങ്ങളെ എത്തിക്കുന്നത് ഈ പ്രതീക്ഷ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ളൊരു പ്രതീക്ഷയും ഇതുതന്നെയാണ്, രാവിലെ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്നിപ്പം ശനിയാഴ്ചയാണ്, അപ്പോൾ കുട്ടികളൊന്നുമില്ല. സാധാരണ ഈ ഒരു ബസ് ശരിക്കും മൗൺസിന ബസ് എന്നാണ് ഞങ്ങൾ പറയുക. കാരണം ഇതിലധികവും ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? മൗൺസിനയിലെ കുട്ടികളും ഞങ്ങളും മാത്രമായിരിക്കും കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ലോഡൊക്കെ അങ്ങോട്ട് ഇറക്കും ബസ്സിന്ന്. ഇവിടെ അതോടുകൂടി ബസ് കാലിയാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള സവാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷത്തെ ഞങ്ങളുടെ സ്റ്റാഫ് ഡേ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ എല്ലാവരും വേഗം വന്നോളൂ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഞങ്ങളുടെ പെർഫോമൻസുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. വിമർശിക്കാൻ ആരും വരണ്ട. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഇടവേളകൾ കൊണ്ട് മാത്രം തട്ടിക്കൂട്ടിയ ഒന്നാണിത് കേട്ടോ. കാരണം ഡേറ്റൊക്കെ എന്നോ ഫിക്സായി. പിന്നെ പല പ്രോഗ്രാമിനും പല ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും ഉണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് പറ്റുമ്പോൾ മറ്റൊരാൾക്ക് പറ്റില്ല. പിന്നെ കഴിഞ്ഞ മാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഫുള്ള് പരീക്ഷകളായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളുമായിട്ട് ആർക്കും അങ്ങനെ പ്രാക്ടീസിനൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ വശം തന്നെ നമുക്ക് ഒരൊറ്റ ആഴ്ച 5th സെമസ്റ്ററിൻ്റെ വാല്യുവേഷനായിരുന്നു. പലരും പല വാല്യുവേഷൻ ക്യാമ്പിലുമായിരുന്നു. അതോടുകൂടി ഞങ്ങൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് കോളേജിൽ വന്നിട്ടേ ഇല്ല എന്ന് പറയാം. കാരണം നേരെ പിന്നെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കിട്ടിയിരിക്കുന്നത് ഈ തുറന്നു വന്ന 2 ദിവസം കൊണ്ടാണ് കേട്ടോ. തട്ടിക്കൂട്ടിയൊരു പരിപാടിയാണ്. എന്നാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പറയാം. പിന്നെ പോരായ്മകളുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എന്നാലും ഒന്ന് സഹകരിച്ചേക്കുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും വന്ന് കൃത്യമായി പഞ്ച് ചെയ്ത് ഞങ്ങളുടെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയ നല്ല അടിപൊളി പെർഫോമൻസ് പറയല്ലേ, കിട്ടിയ സമയത്ത് ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒന്നാണ്. പക്ഷേ നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡേ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു വേണം പറയാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമ്മുടെ സുന്ദരിമണികളെല്ലാം വരുന്നുണ്ട് വെറൈറ്റി പെർഫോമൻസിന് വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങൾ എത്തി കേട്ടോ. എല്ലാവരും കുറേ പേര്, എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും ഒന്നുകൂടി ലാസ്റ്റുള്ള പെർഫോമൻസും കണ്ടു കഴിഞ്ഞാൽ തോന്നും നമുക്ക് അടുത്ത കലാതിലകത്തിലുള്ള പുറപ്പാടാന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പക്ഷെ എല്ലാവരും തിലകങ്ങൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടോ. എല്ലാവരും കാണികളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ എത്തിക്കൊണ്ടിരിക്കുക. കുറേ പേര് അടുത്ത പരിപാടിക്കുള്ള ഒരുക്കത്തിലാണ്, മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും എത്തും, പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവരും എത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ പരിപാടി നമ്മുടെ തുടങ്ങുകയാണ് കേട്ടോ. Today we gather here to celebrate a very special day, our staff day, a day dedicated to each and every one of you. So our staff is the backbone of our institution, right? So we are honored to have a talented and dedicated and a compassionate team. So first of all, let's start with this silent prayer. അങ്ങനെ ഞങ്ങൾ പ്രെയർ 2 മിനിറ്റ് ഒന്ന് മൗന പ്രാർത്ഥന നടത്തി. അതിന് ശേഷമാണ് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയത് കേട്ടോ. Past 2024 and we need to do a lot so that things you
ഒരു ദിവസം നമ്മളുടേതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.